ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു എക്സാം റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കെമിസ്ട്രി എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും, അത്യാവശ്യം ഒരു സന്തോഷത്തിലാണ്. കാരണം വർക്ക് ചെയ്തതിന് ഒരു റിസൾട്ട് കിട്ടി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എല്ലാ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും പറ്റിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇന്നത്തെ കെമിസ്ട്രി. അതായത് ഇപ്പോൾ പാസ് മാർക്ക് ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിക്ക് അത് എളുപ്പത്തിൽ നേടിയെടുക്കാനും, അതേപോലെ A+, ഫുൾ മാർക്ക് അതൊക്കെ എയിം ചെയ്യുന്ന ഒരു കുട്ടിക്ക് അത് അച്ചീവ് ചെയ്യാനും പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് എനിക്ക് കെമിസ്ട്രി അനുഭവപ്പെട്ടത് കേട്ടോ. എന്തായാലും ഈ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടവർക്ക് ആദ്യം തന്നെ ഒരു നന്ദി പറയാണ്. കാരണം നമ്മൾ ക്രിസ്മസിൻ്റെ കെമിസ്ട്രിയൊക്കെ കണ്ടവരാണ് നമ്മൾ. അതായത് അത്രത്തോളം നല്ല ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ അത്യാവശ്യം നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് കെമിസ്ട്രി മാറ്റിയതിന് അത്യാവശ്യം ഒരു നന്ദി തന്നെയുണ്ട്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യനിൽ സാധാരണ പോലെ 4 ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്. അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വന്നിട്ടുണ്ട് എപ്പോഴത്തെയും പോലെ. അതേപോലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള എലമെൻറ്റ് ഏതാ ചോദിച്ചിട്ടുണ്ട്, ഫ്ലൂറിനാണ്. പിന്നെ ഈ ഒരു ലൂയി സ്ട്രക്ചേഴ്സിൽ ഏതാണ് ഇൻകറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് ഓപ്ഷൻ സി ആണ്. അതേപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക. കാറ്റലിസ്റ്റോ പ്രഷറോ ഇനീഷ്യൽ കോൺസെൻട്രേഷനോ ഒന്നും അത് മാറ്റർ ചെയ്യില്ല. പിന്നെ നമ്മുടെ IUPAC നെയിം തന്നിട്ട് അതിനെ സ്ട്രക്ചറൽ ഫോർമുലയിൽ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും നമുക്കൊന്ന് എഴുതി നോക്കിയാൽ പെട്ടെന്ന് ഫോർമുല കിട്ടണ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം മോഡലിനൊക്കെ അത്യാവശ്യം ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊന്നും ഇട്ടിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ആ ഒരു കാറ്റഗറിയിൽ നിന്നുള്ള എല്ലാ മാർക്കും വാങ്ങിയെടുക്കാൻ രീതിയിലാണ് ആ ഒരു സെഷൻ ഉള്ളത്. പിന്നെയാണ് നമ്മുടെ 2 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻ എഴുതേണ്ട ഒരു സെഷൻ എന്ന് പറയുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മുടെ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലെ സോഷ്യോമെട്രി വെച്ചിട്ടൊരു കാൽക്കുലേഷനാണ്. അതൊക്കെ അത്യാവശ്യം ഒരു ആ ഒരു റേഷ്യോ വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ബോർ റേഡിയസ്, ഹൈഡ്രജൻ്റെ 3rd റേഡിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മോഡലിനും ക്രിസ്മസിനൊക്കെ വേറെ ആറ്റത്തിൻ്റെ റേഡിയസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഹൈഡ്രജൻ്റെ തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിനോമിനേറ്ററിലുള്ള സെഡില്ലേ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. Z ഒന്നാണല്ലോ ഹൈഡ്രജൻ്റെ കേസിൽ. അപ്പോൾ n² 52.9 × n² പൈക്കോമീറ്റർ, അല്ലെങ്കിൽ ഇപ്പോൾ ആംസ്ട്രോങ്ങിൽ ചെയ്തവരാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല. ഓക്കെ, അതാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള കാർബണിൻ്റെ ഇതെന്നുള്ളത്. അത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി വെച്ചിട്ട് B ക്വസ്റ്റ്യനാണ് ആൻസർ. നമ്മൾ ആ പ്രിൻസിപ്പളിൻ്റെ പേരൊന്നും എഴുതണ്ട, ജസ്റ്റ് ഏതാണ് കറക്റ്റ് എന്ന് ഇതെന്ന് എടുത്ത് എഴുതിയാൽ മതി. പിന്നെ ബൗണ്ടറി സർഫസ് ഡയഗ്രാം ഓഫ് PX ഓർബിറ്റൽ അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കാരണം നമുക്ക് മോഡലിനൊക്കെ D ഓർബിറ്റൽ 5 എണ്ണം വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മൊത്തത്തിൽ തെറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്സിസും ഇതൊക്കെ തെറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് P ഓർബിറ്റൽ തന്നെ ആയതുകൊണ്ട് അത് അത്യാവശ്യം സിമ്പിളാണ്. XYZ ഇട്ടിട്ട് എക്സിൻ്റെ ആക്സിസിലൊരു ഡംബൽ ഷേപ്പിലൊരു സംഭവം വരച്ച് വെച്ചാൽ മതി. പിന്നെ മെൻഷൻ 2 ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്, അത് നമ്മൾ ജസ്റ്റ് മെൻഷൻ പേര് എഴുതിയാൽ മതി, എക്സാമ്പിൾ എഴുതിയാൽ മതി. പിന്നെ അതിനെ ഇങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, പാത്ത് ഫംഗ്ഷൻ സ്റ്റേറ്റ് ഫംഗ്ഷനായിട്ട് വേർതിരിക്കാനുള്ളതാണ്. മോഡലിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് തോന്നുന്നു. ഇപ്രാവശ്യം അത് പാത്ത് ഫംഗ്ഷനും സ്റ്റേറ്റ് ഫംഗ്ഷനായി. പിന്നെ കോമൺ അയൺ എഫക്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ CH3COHും അതിൻ്റെ CH3CONയും ആ ഒരു എക്സാമ്പിളാണ് ഞാൻ ചെയ്തത്. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ അതിൻ്റെ ഒരു എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറേ റിയാക്ഷൻ തന്നിട്ട് ഇതിനെ 4 എണ്ണമാക്കി മാറ്റി എഴുതാൻ നമുക്ക് മോഡലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ എഴുതിയത്. ആ ഒരു പെറോക്സൈഡ് H2O2 വാട്ടറും പിന്നെ ഓക്സിജനും ആവുന്ന ആ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇതിൻ്റെ എഴുതിയത്. ഓക്കെ, അപ്പോൾ മോഡലിൻ്റെ പേപ്പറൊക്കെ വെച്ച് പഠിച്ചാൽ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. ഞാനിന്ന് രാവിലെ മെയിനായിട്ടും ചെയ്തത്, എനിക്ക് മോഡൽ എന്തൊക്കെയാണോ എനിക്ക് അബദ്ധം പറ്റിയത് അതൊക്കെയാണ് ഞാനൊന്ന് നോക്കിയത്. പിന്നെ മോഡലിൻ്റെ പേപ്പറൊക്കെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ കെമിസ്ട്രി ടീച്ചർ ഒരു PDF വന്നിട്ടുണ്ടായിരുന്നു. അത് എന്ന് പറയുന്നത് ഇതാണ് ആ PDF, ഒരു മൊഡ്യൂൾ പോലെ തന്നതാണ്.
ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, HSS ലൈവിലെ ഒരു മാഷിൻ്റെ ഒരു പിന്നെ നോട്ട്സ് നമുക്ക് പിന്നെ പ്രിൻ്റ് എടുത്ത് തന്നിട്ട് അത് +1 തുടക്കത്തിലേ നമുക്ക് തന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നല്ല ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഇന്ന് രാവിലെ മെയിനായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് 9 പാഠത്തിന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, കുറേ തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മീൻസ് ന്യൂമറിക്കലൊന്നും അത്രത്തോളം ഇല്ല എന്ന് തന്നെ പറയാം. ആകെ ചോദിച്ച ന്യൂമറിക്കലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാൽക്കുലേറ്ററിൻ്റെ ഉപയോഗമൊന്നും അത്ര വന്നിട്ടേ ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അപ്പോൾ കൂടുതൽ ഡെഫിനിഷൻ തിയറി അതൊക്കെ ആയതുകൊണ്ട് ഇത് പെട്ടെന്നൊന്ന് ഓടിച്ച് വിട്ടത് എല്ലാ ഡെഫിനിഷനും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ക്ലിക്കാവാൻ അതിനൊക്കെ സഹായിച്ചു എന്ന് പറയാം. ഇനി അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ സോഡിയത്തിൻ്റെ എസ്റ്റിമേഷനാണ്. ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷേ ഓപ്ഷനൊക്കെ ഉള്ളതുകൊണ്ട് സീൻ ഉണ്ടാവില്ലായിരിക്കും. ഇതെന്ന് പറയുന്നത് സോഡിയം നൈട്രോപ്രോസൈഡ് ചേർക്കുമ്പോൾ വയലറ്റ് ആവുകയാണെങ്കിൽ അതും പിന്നെ ഇതും ആൻസറാണ്. അതേപോലെ ലെഡ് അസറ്റേറ്റ്, അസറ്റിക് ആസിഡ് ഇത് ചേർക്കുമ്പോൾ ഒരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് PBS എന്ന് പറയും, അത് കണ്ടാലും പിന്നെ സൾഫറാണ്. പിന്നെ ഇതിൽ ഹക്കൽസ് റൂൾ ഓഫ് ആരോമാറ്റിസിറ്റി അത് വെച്ചിട്ട് ഇതിലേതൊക്കെയാണെന്നാണ്. 1ഉം 2ഉം ആണ് അതിൻ്റെ ആൻസർ. മോഡലിന് ഉണ്ടായിരുന്നു, അത് 4 എണ്ണം വെച്ചിട്ടായിരുന്നു. പിന്നെ 15ാമത്തെ ക്വസ്റ്റ്യൻ ഹൈഡ്രോ കാർബൺസത്തെ, അതിലൊന്ന് നമ്മുടെ ഫിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനാണ്. അതിൻ്റെ ആൻസർ ടൊളൂയിനാണ് വരിക. മീൻസ് ബെൻസീനിലൊരു CH3യും പിന്നെ HCl ബൈ പ്രൊഡക്റ്റ് ഒന്നും എഴുതണമെന്നില്ല തോന്നുന്നു. പിന്നെ അടുത്തത് വൂഡ്സ് റിയാക്ഷനാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ. അത് അതിൻ്റെ പിന്നെ പ്രൊഡക്റ്റായിട്ട് വരിക ബ്യൂട്ടൈനാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല തോന്നുന്നു, ബൈ പ്രൊഡക്റ്റ്. പിന്നെ 16ാമത്തെ ക്വസ്റ്റ്യൻ ആ 3 ടേംസ് ഡിഫൈൻ ചെയ്യാനാണ്. ആറ്റോമിക് മാസ് യൂണിറ്റ് അത് ഞാൻ ആലോചിച്ചിട്ടാണ് എഴുതിയത്. 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം എന്നാണ് എഴുതിയത്. പിന്നെ ലിമിറ്റിംഗ് റിയേജൻറ്റ് അത് നമുക്ക് മോഡലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ആവുന്ന റിയാക്റ്റൻ്റാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. പിന്നെ മൊളാരിറ്റി, നമ്പർ ഓഫ് മോൾസ് പെർ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ, അതാണ് എഴുതിയത്. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ആ ഒരു പോസ്റ്റുലേറ്റ്സ് ആണ്. പിന്നെ 18ാമത്തെ അയണൈസേഷൻ എൻതാൽപ്പിക്ക് ടോപ്പ് ടു ബോട്ടം എന്താണ് ഉണ്ടാവുക എന്നാണ്. അത് അയണൈസേഷൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുക. കാരണം വലുതാവും തോറും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഇലക്ട്രോണ് പിന്നെ പുറത്തുനിന്ന് പ്ലക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് അത് കുറയുക ചെയ്യുക. പിന്നെ ആദ്യത്തെ തന്നെ 2ാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ എൻ്റെ ആൻസർ ബെറീലിയവും ബീൻ്റെ ആൻസർ കാൽഷ്യമാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വെച്ചിട്ടുണ്ട്. അത് മറ്റേ എൻതാൽപ്പി ചേഞ്ച്, ഒരു ഇലക്ട്രോണ് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എൻതാൽപ്പി ചേഞ്ച് ആണ്. പിന്നെ അതിൻ്റെ സ്ഥിരം ക്വസ്റ്റ്യനായ ഫ്ലൂറിൻ ക്ലോറിൻ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ N2ൻ്റെ മോളിക്കുലർ ഓർബിറ്റ് ഇതാണ്. ഇത് ഞാൻ മോഡലിനൊക്കെ തെറ്റിച്ചിട്ട് ഇപ്രാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം എഴുതാൻ പറ്റിയിട്ടുണ്ട്. ബോണ്ട് ഓർഡർ 3 കിട്ടിയത്. അതേപോലെ ഡയാമാഗ്നറ്റിക് നേച്ചർ അത് തന്നെയല്ലേ കിട്ടിയെന്ന് ഒന്ന് പറയാം കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോർമേഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കാനുള്ളത്, ഇത് പലർക്കും ടഫാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒന്ന് നോക്കിയാൽ സിമ്പിളായിട്ട് കിട്ടാൻ പറ്റുന്നൊരു പിന്നെ ക്വസ്റ്റ്യൻ തന്നെയാണ് 21ാമത്തെ ക്വസ്റ്റ്യൻ. ആ ഒരു മറ്റേ റിയാക്ഷൻ്റെ ഇത് പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഫോർമേഷൻ എൻതാൽപ്പീൻ്റെ സമ്മ് മൈനസ് റിയാക്റ്റൻറ്റിൻ്റെ ഫോർമേഷൻ എൻതാൽപ്പീൻ്റെ സമ്മ്, അതാണ് അങ്ങനെയാണ് ചെയ്യുക. എനിക്ക് കിട്ടിയ ആൻസർ പറയുന്നത് ഒരു 75 -75 അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും മാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൻസറാണ് കിട്ടിയതെന്നൊന്ന് പറയാട്ടോ. പിന്നെ എന്താണ് ബഫർ സൊല്യൂഷൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യനാണ്, മോഡലിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് CH3COAH ആൻഡ് CH3CONA അങ്ങനെ പെയറായിട്ട് എഴുതി വെച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ റിയാക്ഷനൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇതേ ഇക്വേഷൻ തന്നെയായിരുന്നു 23ാമത്തെ അതേ ബാലൻസ് ചെയ്യാൻ ഇക്വേഷൻ തന്നെയായിരുന്നു മോഡലിൽ. പക്ഷെ അതിൽ അസിഡിക് മീഡിയ ആയിരുന്നു തോന്നുന്നു, ഇതിൽ ബേസിക് മീഡിയ ആണ് ചോദിച്ചത്. പിന്നെ അടുത്തത് C4H10O മെറ്റാമിയേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് കിട്ടിയത് ഈതോക്സി ഇതേനും മെത്തോക്സി പ്രൊപ്പൈനുമാണ്. സോഹോൾസ് പ്രൊജക്ഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ഹൈഡ്രോ കാർബൺസിൻ്റെ ക്വസ്റ്റ്യൻ H2 ചേർത്ത് എന്താവും, അതേപോലെ ഓസോൺ അലൈസിസിൻ്റെ ആ ഒരു റിയാക്ഷൻ, ആ ഒരു വീടൊക്കെ പോലുള്ള ഒരു റിയാക്ഷൻ, അതാണ് ആ ഒരു പിന്നെ ബി ക്വസ്റ്റ്യൻ കേട്ടോ. പിന്നെ നമ്മുടെ 4 മാർക്കിൻ്റെ സെഷൻ. ഓക്കെ, ഈ ഒരു സെഷനായിരുന്നു എനിക്ക് പേടി. കാരണം എനിക്ക് മോഡലിനൊക്കെ ഈ ഒരു 3 മാർക്കിൻ്റെ 2 മാർക്കിനൊക്കെ അത്യാവശ്യം എക്സ്ട്രാ ക്വസ്റ്റ്യനും അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടാവും. ഈ ഒരു പിന്നെ സെഷനിൽ ഞാൻ
എന്താണ് എഴുതേണ്ടതും കൂടി തെറ്റിച്ച് വയ്ക്കലാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം എനിക്കിതായിരുന്നു പേടി, പക്ഷേ ഇപ്രാവശ്യം അതും വലിയ കുഴപ്പമുണ്ടായില്ല. ഓക്കെ, അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 കോണ്ടന്റ് നമ്പർ, അതിനെക്കുറിച്ചൊന്ന് പറയാനാണ്. അത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ സൈസ് എനർജി, അസിമുതൽ കോണ്ടന്റ് നമ്പർ ഷേപ്പ് സബ്ഷെല്ല്, സ്പിൻ കോണ്ടന്റ് നമ്പർ അതിൻ്റെ ആ ഒരു എന്താണ് ഓറിയൻറ്റേഷൻ, പിന്നെ ഇപ്പോൾ L3 ആണെങ്കിൽ -3 -2 -1 0 1 2 3 അങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ മതി. പിന്നെ സ്പിൻ കോണ്ടന്റ് നമ്പർ അതാണ് ഒരു എക്സ്പെരിമെൻ്റൽ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത്. അതൊന്നെങ്കിൽ +1 അല്ലെങ്കിൽ -1 അങ്ങനെയൊക്കെ എഴുതിയ ആ ഒരു 4 മാർക്ക് സെറ്റാണ്. പിന്നെ VSCP തിയറിൻ്റെ 2 പോസ്റ്റ്ലേറ്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അത് ഉപയോഗിച്ചിട്ട് അവൻ്റെ BF3 NH3 H2O നമ്മൾ സ്ഥിരം കാണുന്ന എക്സാമ്പിൾസ് ആണ്. ട്രയാഗണൽ പ്ലാനാർ, പിരമിഡൽ, അതേപോലെ ബെൻഡ് ഷേപ്പ്, അതാണ് കേട്ടോ. പിന്നെ അത് ആംഗിൾ എഴുതണമെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊന്നും ചിലവർ എഴുതിയിട്ടില്ല. എന്തായാലും എഴുതുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്തത് അവർ എൻതാൽപ്പി എൻട്രോപ്പി ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എൻതാൽപ്പി പറയുമ്പോൾ ടോട്ടൽ ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് ദ സിസ്റ്റം, എൻട്രോപ്പി എന്ന് പറയുമ്പോൾ ആ ഒരു ഡിസോർഡർനെസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് മറ്റേ നാച്ചുറൽ നടക്കണ മറ്റേ എക്സ്റ്റേണൽ ഏജൻസ് ഒന്നും ഇല്ലാത്ത അതന്നെയല്ലേ, അതാണ് ഞാൻ എഴുതിയത്. പിന്നെ ഡെൽറ്റാജിൻ്റെ അങ്ങനെയുള്ളതിൻ്റെ ഡെൽറ്റാജിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് സൈന്. ഞാൻ നെഗറ്റീവ് തന്നെ എഴുതിയത്, പ്രെഡിക്റ്റ് എന്ന് പറഞ്ഞിരിക്കണേ. ജസ്റ്റ് സൈൻ മാത്രം എഴുതിയാൽ മതിയായിരിക്കില്ലേ, ഞാനതാട്ടോ എഴുതിയത്. പിന്നെ 30ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഹേബേഴ്സ് പ്രോസസ്സിൻ്റെ മറ്റേ അമോണിയ പ്രൊഡക്ഷൻ്റെ ആ ഒരു ഇക്വേഷൻ, എക്വിലിബ്രിയത്തിൻ്റെ ഒരു മെയിൻ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ അതിൽ പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറയണതിൻ്റെ എഫക്റ്റ് എഴുതിയിട്ട് കൂടിയതിൻ്റെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എഫക്റ്റ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 2ൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ pH കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ്, -log H+ കോൺസെൻട്രേഷൻ. നമുക്ക് മോഡലിനൊക്കെ അതിൻ്റെ ആൻറ്റി ലോഗൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ കോംപ്ലക്സിറ്റീസിക്കൊന്നും പോയിട്ടില്ല, ജസ്റ്റ് ഡയറക്റ്റ് മാർക്ക് ഇട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ 31ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിത്തെ ആ ഒരു ഇലക്ട്രോമെറിക് എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ്, അത് രണ്ടും ഡിഫൈൻ ചെയ്യാനും പിന്നെ ഹോമോലിറ്റിക് ഹെട്രോലിറ്റിക് ഫിഷൻസ് അത് ഡിഫറൻസസ് എഴുതാനുമാണ്. ഓക്കെ, മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ എഴുതണം എന്ന് വിചാരിച്ച് അത് ആ ഒരു ഡിസിഷൻ എടുത്തവർക്ക് മുതലായിട്ടുണ്ടാവും. ചിലവർ ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ കൊടുത്തിട്ട് പോവാതിരുന്നിട്ടുമുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ചെറിയൊരു വിഷമം ഉണ്ടാവും, അത് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും +1 സ്റ്റുഡൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എനിക്കെന്തായാലും അത്യാവശ്യം നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു എക്സാമാണ് ഇന്നത്തെ. ഓക്കെ, അപ്പോൾ ബയോളജി എക്സാമിനെ പറ്റി എന്തെങ്കിലും സംശയമുള്ളവർ ഞാൻ ടിപ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണുക. എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരെ, ബൈ.